ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡാണ് ഇങ്ങനെ നമുക്ക് ക്യാഷ് പ്രൈസ് കാണാനുള്ളത്. ഒന്ന്, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ EAI എന്ന് പറയുന്ന ഇക്വേഷനിൽ ക്യാഷ് പ്രൈസ് കാണാം, ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു റിവേഴ്സ് മെത്തേഡ് ഉപയോഗിക്കാം. റിവേഴ്സ് മെത്തേഡ് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ മുതൽ ചെയ്തിട്ട് അങ്ങനെ പോണ ഒരു മെത്തേഡ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ട് മെത്തേഡും. നമുക്ക് ഇനി ആ ക്വസ്റ്റ്യനിൽ കുറച്ച് ഭാഗം കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഡിപ്രീസിയേഷൻ നമ്മോട് കാണാൻ പറഞ്ഞിരുന്നു. അഥവാ ഇത് പ്രകാരം നമ്മൾ ഇനി ജേണൽ എൻട്രിയിലേക്ക് പോകണം. ജേണൽ എൻട്രി ഇടുന്ന സമയത്താണ് നമുക്ക് ഡിപ്രീസിയേഷൻ ഒക്കെ ആവശ്യം. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ അതിലുണ്ട്. കേസ് 2-ല് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. സോറി, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു കേസ് 2 കൂടെ ഉണ്ട്. അതും കൂടെ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഈ ജേണൽ എൻട്രി പഠിക്കാം. ജേണൽ എൻട്രി പഠിച്ചിട്ട് ആ ഡിപ്രീസിയേഷൻ പറഞ്ഞുതരാം, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ കേസ് 2 നമുക്ക് നോക്കാം. അപ്പോൾ കേസ് 1-ൽ ഉണ്ടായിരുന്നു HP പ്രൈസ് തന്നിരുന്നു, ക്യാഷ് ഡൗൺ പേയ്മെന്റ് തന്നിരുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ടേമും തന്നിരുന്നു. കേസ് 2-ൽ HP പ്രൈസ് തരുന്നുണ്ട്, ക്യാഷ് ഡൗൺ ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ആൻഡ് ടേം ഉണ്ട്. ഈ പറഞ്ഞ 4 ഐറ്റം ഇവിടെയുണ്ട്. പക്ഷെ ഒരു ഐറ്റം ഇവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു കേസ് 1-ൽ, ഇൻസ്റ്റാൾമെന്റ് വാല്യൂ ബീങ് ഈക്വൽ ത്രൂ ഔട്ട് ദ ടേം. അങ്ങനെ സെന്റൻസ് ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം. വൈ പർച്ചേസ്ഡ് എ കാർ ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം. അപ്പോൾ വൈ ആണ് പർച്ചേസർ, ആരുടെ അടുത്തുനിന്നോ വാങ്ങിയാണ് സെല്ലർ. ആസ് പെർ ടേംസ് he is required to pay rupees 9,000 down, 12,000 at the end of the first year, 9,000 at the end of the second year, and rupees 15,000 at the end of the third year. Interest is charged at 12% per annum. Interest is charged at 12% per annum. You are required to calculate the total cash price of the car and interest paid with each installment. ഓരോ ഇൻസ്റ്റാൾമെന്റും എത്ര രൂപ ഇൻട്രസ്റ്റ് കൊടുക്കുന്നെന്ന് കണ്ടെത്താം. അപ്പോൾ നേരത്തെ തന്ന ക്വസ്റ്റ്യനും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? നേരത്തെ ഇൻസ്റ്റാൾമെന്റ് വാല്യൂ ഈക്വൽ ആയിരുന്നു, ഇൻസ്റ്റാൾമെന്റ് വാല്യൂ ബീങ് ഈക്വൽ. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ അല്ല. 12,000 ആണ് ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം 9,000, മൂന്നാമത്തെ വർഷം 15,000. ഇങ്ങനെ 3 വർഷമുള്ളത്. അപ്പോൾ ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റ് ഉള്ളത്, ഇൻസ്റ്റാൾമെന്റ് വാല്യൂ. ബാക്കിയൊക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. രണ്ട് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞേ. ഏത്? റിവേഴ്സ് ചെയ്യാം, അതാണ് നല്ലത്, എളുപ്പം. പറയും. അതിനേക്കാൾ എളുപ്പം നമുക്കുള്ളതല്ലേ ഈ ഇക്വേഷൻ വെച്ച്. പറയടോ, യെസ് ഓർ നോ? യെസ്. നമുക്ക് ഏത് വെച്ച് ചെയ്യാം? EAI വെച്ച് ചെയ്യാം. പക്ഷെ ചെയ്യാൻ പറ്റൂല. വൈ നോട്ട്? ഈക്വലന്റ് ആനുവൽ ഇൻസ്റ്റാൾമെന്റിന്റെ ഇക്വേഷൻ ആണ് അത്. ഇവിടെ ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് ഈ മെത്തേഡ് ഇവിടെ ഉപയോഗിക്കാൻ കഴിയൂല. അതേ ക്വസ്റ്റ്യൻ ആണ്, വേറെ ക്വസ്റ്റ്യൻ ആണ്, അതേ എഫക്റ്റ് ആണ്. നേരെ നീ കളിച്ചു എന്തുവാടേ? ഓനെ അമ്രോനോട് പറയണേ. അനിയനക്ക് ക്ലാസ് എടുക്കണ്ടല്ലേ? ഓന് ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞെടുക്കണ്ട്. അപ്പൊ നമ്മള് ഈക്വലന്റ് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 11,000 രൂപ ഈക്വലന്റ് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിരുന്നു, അത് ഈക്വൽ ആയിരുന്നു. ഇവിടെ ഈക്വൽ അല്ല, അപ്പൊ പിന്നെ ഈക്വേഷൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് ഏത് മെത്തേഡ് മാത്രമേ പറ്റുള്ളൂ? ഈ പറയുന്ന മെത്തേഡ് മാത്രമേ പറ്റുള്ളൂ ഇവിടെ. അപ്പോൾ ഉടായിപ്പ് എളുപ്പ പരിപാടി നിങ്ങൾക്ക് ഇവിടെ പറ്റൂല. നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, കുറെ കളറൊക്കെ കൊടുത്തിട്ട് കളറൊക്കെ മാറ്റിണ്ട് നമുക്ക് ചെയ്യാം. തന്ന ഇൻഫർമേഷൻ ഏതൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം.
തന്ന ഇൻഫർമേഷൻസ് ഏതൊക്കെ തന്നിട്ടുണ്ട്? ഏതൊക്കെ ഉണ്ടോ? HP പ്രൈസ്. ഇനി HP പ്രൈസ് ഇവിടെ HP പ്രൈസ് കാണാം. നമുക്ക് എങ്ങനെ കാണാം? ഇൻസ്റ്റാൾമെന്റ് പ്ലസ് ഡൗൺ പേയ്മെന്റ്. ഡൗൺ പേയ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്. ക്യാഷ് ഡൗൺ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ടേം ഗിവൻ. Why purchased a car on hire purchase system? As per terms is required to pay rupees 9,000 down. അപ്പോൾ ഡൗൺ പേയ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട് 9,000. ഒരു ആൻസർ കിട്ടും, ഒരു ഐറ്റം കിട്ടി. ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുള്ളത് 12,000 അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ. അപ്പോൾ ഒന്നാമത്തെ വർഷം 12,000, രണ്ടാമത്തെ വർഷം 9,000 അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ, അങ്ങനെ 15,000 അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ. ഇങ്ങനെ വ്യത്യസ്ത എമൗണ്ടാണ്. അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് തന്നിട്ടില്ല, കാരണം ഈക്വൽ അല്ല. തന്നിട്ടുണ്ട്, ഡിഫറെന്റ് ആട്ടാ. ഡിപ്രീസിയേഷൻ നമുക്ക് ആവശ്യമില്ല, പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. എത്ര ശതമാനമാണ്? 12%. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 12%. ഇത് വെച്ചിട്ടാണ് നമുക്ക് ബാക്കി കാണാനുള്ളത്. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പെർസെൻറ്റേജ് എത്ര വരല്? 12% ആട്ടാ. ഇനി HP പ്രൈസ് തന്നു എന്നാണ് അവരുടെ വാദം. HP പ്രൈസ് തന്നിട്ടില്ല, പക്ഷെ HP പ്രൈസ് നമുക്ക് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? HP പ്രൈസ് കാണുന്ന ഇക്വേഷൻ ആണ് ഇൻസ്റ്റാൾമെന്റ് പ്ലസ് ഡൗൺ പേയ്മെന്റ്. ഇൻസ്റ്റാൾമെന്റ് നമുക്ക് തന്നിട്ടുണ്ട് ഓരോ എമൗണ്ടും. എത്രയാണ്? 12,000, 9,000, 15,000. 12,000, 9,000, 15,000 എത്ര ഉള്ളത്? അപ്പോ പ്ലസ് അതിനോട് കൂടെ ഡൗൺ പേയ്മെന്റ് 9,000. അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞത്? പിന്നെ HP പ്രൈസ്. അപ്പൊ എത്ര ഉണ്ടായിരിക്കും നോക്കിയേ? 12,000 പ്ലസ് 9,000 പ്ലസ് 15,000 പ്ലസ് എന്തും കൂടെ 9,000. അപ്പൊ 45,000 രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എന്ത് എമൗണ്ട്? HP പ്രൈസ് എന്ന് പറയുന്ന എമൗണ്ട്. അപ്പൊ ഇനി ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ HP പ്രൈസ് മൈനസ് ഇൻട്രസ്റ്റ് മതി. അപ്പൊ ഇൻട്രസ്റ്റ് അറിയണം. ഇൻട്രസ്റ്റ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഈ ടേബിള് തയ്യാറാക്കണം. ഏത് ടേബിള്? ഇൻട്രസ്റ്റിന്റെ ടേബിൾ തയ്യാറാക്കണം. ഇയർ 0 ഒന്നും ഉണ്ടായിരിക്കില്ല, പ്രിൻസിപ്പൽ അമൗണ്ട് ഇൻസ്റ്റാൾമെന്റ്. ലോൺ എമൗണ്ട് വേണം. ലോൺ എമൗണ്ട് കിട്ടിയാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ കണ്ടുപോകാം, വളരെ എളുപ്പമാണ് ചെയ്തു പോകാൻ. ലോൺ എമൗണ്ട് കിട്ടിയാൽ ആദ്യത്തെ ലോൺ എമൗണ്ട് മുകളിൽ ഇൻട്രസ്റ്റ് കാണുക പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട്, അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് കിട്ടും. പിന്നെ അടുത്ത വർഷം ബാക്കി എത്ര ലോൺ എമൗണ്ട്, അതിന്റെ മുകളിൽ അടുത്ത വർഷം ഇൻട്രസ്റ്റ് കാണും. അതിനോട് ലോൺ എമൗണ്ട് നമുക്ക് അറിയില്ല. അപ്പൊ ലോൺ എമൗണ്ട് കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? ക്യാഷ് പ്രൈസ് വേണം. ക്യാഷ് പ്രൈസ് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടെത്തും? അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന റിവേഴ്സ് മെത്തേഡ്. ലാസ്റ്റ് ഇയർ നമ്മൾ ആദ്യം ചെയ്യും. ഇവിടെ 3 വർഷമേ ഉള്ളൂ. അപ്പൊ 4ാമത്തെ വർഷത്തെ കോള് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കുന്നുണ്ട്. 3 വർഷമേ ഉള്ളൂ. 3 വർഷം. 3ാമത്തെ വർഷം അവസാനിക്കുമ്പോൾ ഒന്നും നൽകാനുണ്ടാവില്ല. 3ാമത്തെ വർഷം അവസാനിക്കുമ്പോൾ ഒന്നും നൽകാനുണ്ടാവില്ല. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ്. ഇൻസ്റ്റാൾമെന്റ് 1ാമത്തെ വർഷം തന്നിട്ടുള്ളത് 12,000 രൂപ, 2ാമത്തെ വർഷം 9,000 രൂപ, 3ാമത്തെ വർഷം 15,000 രൂപ. ഇതാണ് ഇൻസ്റ്റാൾമെന്റ് അടക്കുന്ന എമൗണ്ടുകൾ. ഓക്കെ, ഇങ്ങനെ 3ാമത്തെ വർഷം ഇൻസ്റ്റാൾമെന്റ് അടച്ചപ്പോ ഇനി ഒന്നും അവിടെ നൽകാനില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇൻസ്റ്റാൾമെന്റ് ഇൻട്രസ്റ്റ് ഉൾപ്പെടുത്തായിരിക്കും. ആ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തുക? 15,000 രൂപയില് ഡിവൈഡഡ് ബൈ എത്ര ശതമാനം നമ്മൾ എടുക്കേണ്ടത്? 112 എടുക്കുക. ഇൻറ്റു എത്ര എടുക്കണം? 12% ഇൻട്രസ്റ്റ്. എത്ര ഉണ്ടായിരിക്കും അത്? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 15,000 ഡിവൈഡഡ് ബൈ 112 ഇൻറ്റു 1,607 കിട്ടിയത്. എത്ര കിട്ടിയത്? 1,607. ഓക്കെ, എങ്ങനെ എമൗണ്ട് കിട്ടിയത് മനസ്സിലായോ? 1,607 കിട്ടിയത് പറയടോ. മനസ്സിലായി. ഓക്കെ, അപ്പൊ ആ ഇൻസ്റ്റാൾമെന്റില് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര ആയിരിക്കും? സിമ്പിൾ ആണ് കാണാന്. 15,000 രൂപയാണ് ഇൻസ്റ്റാൾമെന്റ് അടച്ചത്. അതിൽ 1,607 രൂപ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ബാക്കി 13,393 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് അടച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് 2ാമത്തെ വർഷം അവസാനിക്കുമ്പോൾ എത്ര രൂപ അടക്കാണ്ടായിരിക്കും? 13,393 രൂപ. അത് ചെക്ക് ചെയ്ത് നോക്കാം ഈ 13,393 ശരിയാണെന്നല്ലേ. 13,393 ഇൻറ്റു 12% എടുത്ത് നോക്ക്. എത്ര ഉണ്ടായിരുന്നു? 13,393 ഇൻറ്റു 12%, 1,600. അപ്പൊ നമ്മൾ കണ്ടെത്തിയ ഇൻട്രസ്റ്റ് ശരിയാണ്.
ഓക്കെ, ഈ 13,393 12% ഇൻട്രസ്റ്റ് ആണ് 1060. അപ്പോൾ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുമ്പത്തെ വർഷം 9,000 രൂപ അടച്ചിട്ടുണ്ട് ഇൻസ്റ്റാൾമെന്റ്. ആ ഇൻസ്റ്റാൾമെന്റ് അടച്ചപ്പോഴാണ് ബാക്കി 13,393 വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് അടച്ചിട്ടുണ്ടായിരിക്കും, എത്രയായിരിക്കും ഇൻട്രസ്റ്റ് എന്ന് കമ്പ്യൂട്ട് ചെയ്യണം. ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യലേ 13,393 രൂപ ഇനി ബാക്കി ഉണ്ടായിരുന്നു. എത്ര രൂപ അടച്ചപ്പോൾ 9,000 രൂപ. ഈ 9,000-ലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 112. ആ 12% 112 ഇൻറ്റു 12% ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 13,393 പ്ലസ് 9,000 ഡിവൈഡഡ് ബൈ 112 ഇൻറ്റു 12. 2,399.25 23,90. അങ്ങനെയാണെങ്കിൽ ബാക്കി പ്രിൻസിപ്പൽ എമൗണ്ട് കാണാൻ ഒരു പ്രയാസമില്ല. 9,000 മൈനസ് 2,399 6,601 രൂപയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ 6,601 രൂപ അടച്ചു പ്രിൻസിപ്പൽ എമൗണ്ട്. എന്നിട്ട് ബാക്കി 13,393 പ്രിൻസിപ്പൽ എമൗണ്ട് അടക്കാണ്ട്. അങ്ങനെ അതിന് മുമ്പത്തെ വർഷം എത്ര രൂപ ഉണ്ടായിരിക്കും? ഈ 13,393 പ്ലസ് 6,600 19,994 രൂപ അടക്കാനുണ്ടായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 19,994 ഇൻറ്റു 12% 23,990. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് 19 രൂപ ശരിയാണ്. അതിന്റെ മുകളിൽ 12% കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ആ വർഷം എത്ര രൂപ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യല്? 19,994 പ്ലസ് 12,000 ഡിവൈഡഡ് ബൈ 112 ഇൻറ്റു 12. ഓക്കെ, ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. 19,994 പ്ലസ് 20,000 ഡിവൈഡഡ് ബൈ 112 ഇൻറ്റു 12. 4,285 42,85. 42,85 ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്ര ആയിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടായാലേ? 12,000-ൽ നിന്നും ഈ 42,85 ലെസ് ചെയ്താൽ മതി. ബാക്കി 77,15 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുമ്പ് എത്ര രൂപ ലോൺ എമൗണ്ട് ഉണ്ടാവുമായിരുന്നു? 19,994 പ്ലസ് 77,15 27,709. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. 27,709 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 100 3,325. അപ്പൊ ഇത് തെറ്റ് പറ്റിയിട്ടുണ്ടല്ലോ നമുക്ക്. എവിടെ എടുത്തത് 20,000? 12,000 എടുത്തിട്ടുണ്ട്. 19,994 മൈനസ് ചെയ്യുന്നുണ്ട് എടുത്തിട്ട്. സർ 20,000 എടുത്തിരുന്നു നേരത്തെ ചെയ്തപ്പോ. ഇവിടെ നോക്കാം. ഇവിടെ ആയിരിക്കും പ്രശ്നം ഉണ്ടായിരിക്കില്ല. 19,994 പ്ലസ് 12,000 ഓക്കെ ഡിവൈഡഡ് ബൈ 112 ഇൻറ്റു 12. ഓക്കെ, 3,427 ആണ് വേണ്ടത് അല്ലെ. 34,28 34,27.93 ആണ്. 34,28 34,28. അപ്പോൾ ഇവിടെ 8,472 ഉണ്ടാവുള്ളൂ. അപ്പൊ 28,566 ആവും. അപ്പം ചെക്ക് ചെയ്ത് നോക്കാം. 28,566 ഇൻറ്റു 12%. 34,000 ശരിയാണ്. 27.30 28 എടുത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അടിച്ചപ്പോൾ 20,000 ആയിരുന്നു. അപ്പൊ നമുക്ക് ലോൺ എമൗണ്ട് കിട്ടിയത് 28,566 കിട്ടി ലോൺ എമൗണ്ട്. ഇപ്പൊ റിവേഴ്സ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വരാം. നേരെ ബാക്കോട്ട് പാമ്പ് പോകുന്ന പോലെ ഇങ്ങനെ പോയാൽ മതി. ഇൻട്രസ്റ്റ് ടോട്ടൽ നമുക്ക് കാണാൻ എത്ര രൂപ ഇൻട്രസ്റ്റ് ഉള്ളത് എന്നുള്ളത് 3,478 പ്ലസ് 2,390 പ്ലസ് 1,607 7,343 രൂപയാണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. ടോട്ടൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആഡ് ചെയ്ത് നോക്കിയത് മൂന്നും കൂടെ ലോൺ എമൗണ്ട് കിട്ടും 28,566. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ലോൺ എമൗണ്ട് കിട്ടി. ലോൺ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കാണാം? പിന്നെ ലോൺ എമൗണ്ട് പ്ലസ് ഡൗൺ പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് പ്രൈസ് കിട്ടും. ലോൺ എമൗണ്ട് കിട്ടിയത് 28,566 പ്ലസ് ഡൗൺ പേയ്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരുന്നു 9,000 രൂപ. 9,000.
അപ്പോൾ നമുക്ക് ക്യാഷ് പ്രൈസ് കിട്ടും 28,566 പ്ലസ് 9,000 37,566 രൂപയാണ് നമുക്ക് ക്യാഷ് പ്രൈസ്. വേറൊരു ഇക്വേഷൻ HP പ്രൈസ് മൈനസ് ഇൻട്രസ്റ്റ് എന്ന് കാണാം. HP പ്രൈസ് നമ്മുടെ കണ്ടിട്ടുള്ളത് 45,000. അപ്പോൾ ആ 45,000 നിന്നും മൈനസ് ഇൻട്രസ്റ്റ് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് 7,343. അപ്പോൾ അത് ലെസ് ചെയ്യാം 7,434 കേട്ടോ. 7,434 എത്ര ഉണ്ട് നോക്കി 45,000 മൈനസ് 7,434 37,566. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാറായതുകൊണ്ട് ഇവിടെ വേണമെന്നില്ല. ഡിപ്രീസിയേഷനും ഇവിടെ നമുക്കില്ല. അപ്പോൾ ഇതാണ് ആൻസർ. ഒന്ന് നോട്ട് ചെയ്യും. എന്തെങ്കിലും സംശയം പറ. ഇനി നമുക്ക് ഇതിന്റെ ജേണൽ എൻട്രികൾ കൂടെ പഠിക്കാം. ഓക്കെ ആണോ? നോട്ട് ചെയ്തോ? ഇനി നമുക്ക് ഇതിന്റെ ജേണൽ എൻട്രി നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ ജേണൽ എൻട്രി ചെയ്താന്നുള്ളത്. ജേണൽ എൻട്രി ചെയ്താൽ നമ്മൾ പറയുന്നത് എത്ര കോളമാണ് നമുക്ക്? 3 കോളമാണ്. ഒരു ഡേറ്റ് കോളം, ഒരു പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ ഒരു എമൗണ്ട് കോളം. എമൗണ്ട് കോളം 2 ഉണ്ടായിരിക്കും, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും. നമുക്ക് എഴുതി നോക്കാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, 2 എമൗണ്ട് കോളം. ജേണൽ എൻട്രീസ് 2 ആളെ ബുക്കിൽ നമ്മൾ ജേണൽ എൻട്രീസ് ചെയ്യണം. ആരൊക്കെ ബുക്കലാ? ഡേറ്റ് നമുക്ക് ഇവിടെ ഉണ്ടാവില്ല, നമുക്ക് ഇയർ ആയിരിക്കും കേട്ടോ. പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടി. സാധാരണ നമ്മൾ ജേണൽ ചെയ്യുന്ന പോലെ തന്നെ. ഫസ്റ്റത്തെ നമുക്ക് ഇയർ വെച്ചിട്ട് എഴുതല്. ഫസ്റ്റ് ഇയറിൽ എന്താണ് എൻട്രി വരാൻ നോക്കാം. ഫസ്റ്റ് ഇയറിൽ എൻട്രി വരുന്നത് നമുക്ക് റോയാലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഇതിന് മുമ്പ് എടുത്തിരുന്നത് അല്ലെ. ആ റോയാലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എൻട്രി ചെയ്യുന്നു. ഒന്ന് ലെസർ ബുക്കിലും ഒന്ന് ലെസ്സിയുടെ ബുക്കിലും. ഇവിടെ ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷനും 2 ആളുണ്ടായിരിക്കും. ഹയർ പർച്ചേസിൽ ഒരു ഹയർ പർച്ചേസർ ഉണ്ടായിരിക്കും, ഒരു ഹയർ സെല്ലർ ഉണ്ടായിരിക്കും. പർച്ചേസറും സെല്ലറും ഉണ്ടായിരിക്കും. നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഹയർ പർച്ചേസർ ബുക്കില, സെല്ലർ ബുക്കിലല്ല. പർച്ചേസ് ചെയ്യുന്ന ആളെ ബുക്കിൽ. സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു അസറ്റ് അല്ല അത്. അയാൾ സെയിൽ ചെയ്യുക മാത്രം ചെയ്യുന്നത്. അയാൾക്കത് ഗുഡ്സ് ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു കാറാണ് നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മൾ വാങ്ങുന്നത് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അസറ്റാണ്. എന്നാൽ നമുക്ക് വിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു അസറ്റ് അല്ല, അയാൾക്ക് അതൊരു ഗുഡ്സ് ആണ്. അപ്പൊ അയാൾക്ക് ഒരു സാധാരണ ബിസിനസ്സാണ്. അയാൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ക്യാഷ് കിട്ടുന്നു എന്നേ ഉള്ളൂ.
എന്നാൽ നമ്മളെ സമയത്തോളം അത് ഒരു അസറ്റ് ആയിരിക്കും. നമ്മൾ മീൻസ് പർച്ചേസർ സമയത്ത് ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ അയാൾക്ക് അതൊരു അസറ്റ് ആയിരിക്കും. അപ്പൊ പർച്ചേസർ ബുക്കിലാണ് നമ്മൾ മെയിൻ ആയിട്ട് രണ്ടാളെ ബുക്ക് ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഹയർ പർച്ചേസർ ബുക്കിൽ കേട്ടോ. ഹയർ പർച്ചേസർ ഓക്കെ, ഹയർ പർച്ചേസർ ബുക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഹയർ പർച്ചേസർ പേര് തന്നിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ലാസ്റ്റ് കേസ് രണ്ടാമത്തെ കേസ് നമ്മൾ ചെയ്യുന്നത് വൈ പർച്ചേസ്ഡ് എന്ന. അപ്പൊ വൈന്റെ ബുക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഹയർ പർച്ചേസർ ആരാണ്? വൈ ആണ് ഇവിടെ. അപ്പൊ വൈ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണിക്കണം. അപ്പൊ ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ വൈ. ആ സമയത്തോളം അയാൾ ആദ്യം ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്ത സമയത്ത് അയാൾ ഡൗൺ പേയ്മെന്റ് നൽകി 9,000 രൂപ. അങ്ങനെയാണെങ്കിൽ അയാളൊരു ഗുഡ്സ് എന്താണ് ആ ഗുഡ്സ്? മീൻസ് അയാൾക്ക് അസറ്റ് ആവട്ടെ. പർച്ചേസ്ഡ് എ കാർ, ഒരു കാറ് പർച്ചേസ് ചെയ്തു. കാറ് വാങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അയാൾ എൻട്രി ചെയ്തല്? ഇയർ ഫസ്റ്റ്, ഒന്നാമത്തെ ഫസ്റ്റ് ഇയറിന്റെ ബിഗിനിങ് ആണ്. ഫസ്റ്റ് ഇയറിന്റെ ബിഗിനിങ് ആണ് അയാൾ വാങ്ങുന്നത് കേട്ടാ. ഡേറ്റ് തന്നിട്ടില്ല എന്നുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇയർ ബിഗിനിങ് എഴുതിയത്. ആദ്യം അയാൾ വാങ്ങി. അങ്ങനെയാണെങ്കിൽ കാറ് വാങ്ങുമ്പോൾ എന്താ എൻട്രി വരല്ലേ? കാറിന് ഡെബിറ്റ് ചെയ്യണം. കാർ അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത് കൊടുക്കണം? നമ്മൾ ക്യാഷ് കൊടുക്കണം. ക്യാഷ് ഓർ ബാങ്ക് പൈസ കൊടുക്കണം. അതിന് ഇവിടെ ഫുള്ള് ക്യാഷ് കൊടുത്തിട്ടല്ലല്ലോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കുറച്ച് ക്യാഷ് അല്ലേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ നൽകിയ എമൗണ്ട് ആണ് 9,000 രൂപ. അഥവാ കാറ് വാങ്ങിയിട്ടുണ്ട് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ. ആസ് പെർ ദ ടേംസ് ഈസ് റിക്വയർഡ് ടു പേ ₹9,000 ഡൗൺ. 9,000 രൂപ അപ്പൊ തന്നെ നൽകുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ എൻട്രി ചെയ്തത്? കാറിന്റെ വില 9,000 രൂപയാണോ? എത്ര രൂപയാണ് കാറിന്റെ വില? നമ്മൾ കൊടുത്തത് ബാങ്കിൽ നിന്ന് നമ്മൾ കൊടുത്തത് 9,000 രൂപയാണ്. അതിൽ നമുക്ക് തർക്കമില്ല. ഡൗൺ പേയ്മെന്റ് ആണ് നൽകിയിട്ടുള്ളത്. ബാക്കി ഇനി നൽകാനുണ്ട് അയാൾക്ക്. അങ്ങനെയാണെങ്കിൽ കാറിന്റെ വില ഏതായിരിക്കും? നമ്മളിവിടെ പറഞ്ഞിരുന്നു, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ഹയർ പർച്ചേസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ 10 ലക്ഷം രൂപയുടെ ഒരു കാറാണ് വാങ്ങുന്നത് എങ്കിൽ അതിൽ നിന്ന് നമ്മൾ ആദ്യം ഡൗൺ പേയ്മെന്റ് നൽകും ഒരു 2 ലക്ഷം രൂപ. എക്സാമ്പിൾ കേട്ടോ. ബാക്കി 8 ലക്ഷം രൂപ ഇനി നൽകാണ്ടാവും. ഈ 8 ലക്ഷത്തിനോട് കൂടെ കമ്പനി അവരെന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും. ഒരു 1 ലക്ഷം രൂപ എന്ന് കൂട്ടിയോ. അപ്പൊ ടോട്ടൽ ഇനി ബാക്കി നൽകാനുള്ളത് 9 ലക്ഷം രൂപ. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇങ്ങനെ 4 ഇൻസ്റ്റാൾമെന്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടായിരിക്കും? 4 അല്ല, ഒരു 3 ഇൻസ്റ്റാൾമെന്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടായിരിക്കും? ഓരോ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ഓരോ ഇൻസ്റ്റാൾമെന്റിലും 3 ലക്ഷം രൂപ വെച്ചിട്ട് നൽകുക. 3 ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ 3 ലക്ഷം, 9 ലക്ഷം നൽകുക. അപ്പോ ഇതിന് ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. HP പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏത് എമൗണ്ട് ആണ്? ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് എന്നാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. അപ്പൊ 10 ലക്ഷം പ്ലസ് ഇൻട്രസ്റ്റ് ഇവിടെ 1 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ 1 ലക്ഷം രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വരുന്നത് 11 ലക്ഷം രൂപയാണ് ഈ സെയിലില് അല്ലെങ്കിൽ ഈ പർച്ചേസിൽ നമുക്ക് ചെലവ് വരുന്നത്. 10 ലക്ഷം രൂപയുടെ സാധനം നമ്മൾ 2 ലക്ഷം ആദ്യം കൊടുത്തു, ബാക്കി 8 കൊടുക്കാണ്ട് പ്ലസ് 1, അപ്പൊ 9. അപ്പൊ 9 പ്ലസ് 2 മൊത്തം നമ്മൾ 11 കൊടുക്കുന്നുണ്ട്. അപ്പൊ HP പ്രൈസ് 11 ലക്ഷം രൂപയാണ്. ക്യാഷ് പ്രൈസ് 10 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ ഈ പർച്ചേസ് ചെയ്യുന്ന ആ സമയത്തോളം എത്ര രൂപയാണ് ഈ അസറ്റിന് ഇയാൾ അക്കൗണ്ട് ചെയ്യുന്നത്? 8 ലക്ഷമാണോ, 10 ലക്ഷമാണോ, 11 ലക്ഷമാണോ, 9 ലക്ഷമാണോ? എത്ര രൂപയാണ് അസറ്റ് അയാൾ അക്കൗണ്ട് ചെയ്യേണ്ടത്? എത്ര രൂപയാണ് അയാളുടെ അസറ്റിന്റെ വില? 11 ലക്ഷം. 11 ലക്ഷം. വേറെ 8 ലക്ഷം, 10 ലക്ഷം, 11 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ ചെലവ് ആ അസറ്റിന്റെ മുകളിൽ. എന്നാൽ നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത് 10 ലക്ഷം. കാരണം ബാക്കിയുള്ളത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് നമുക്ക് എക്സ്പെൻസ് ആണ്. അപ്പൊ കാറ് വാങ്ങുമ്പോൾ 10 ലക്ഷം രൂപ. അപ്പൊ ഏത് പ്രൈസ് ആണ് കാണിക്കേണ്ടത്? ക്യാഷ് പ്രൈസ് ആണ് അസറ്റില് നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത് കേട്ടാ. എത്ര രൂപ? 10 ലക്ഷം.
സോറി 10 ലക്ഷം എക്സാമ്പിളിൽ പറഞ്ഞാണ്. അപ്പോൾ അവിടെ തന്നെ ഇതാ ഇത് നമ്മളെ ആൻസർ ആണ്. അപ്പോൾ ഇയാൾ വാങ്ങുമ്പോൾ ഇയാൾ എൻ്റെ എന്താണ് കാറാണെങ്കിൽ കാർ അക്കൗണ്ട് ഏത് പൈസ കാണിക്കല് 10 ലക്ഷം. ഓക്കെ. 2 അയാൾ ക്യാഷ് നൽകുന്നുണ്ട് ടു ബാങ്ക് ഡൗൺ പേയ്മെന്റ് നൽകുന്നുണ്ട്. എത്ര രൂപ നൽകുന്നത് 10 ലക്ഷത്തില്? 2 ലക്ഷം രൂപ. അപ്പൊ 2 ലക്ഷം രൂപ അയാൾ നൽകി. ബാക്കി എത്ര രൂപ ഇനി നൽകാണ്ട്? 8 ലക്ഷം രൂപ. അത് നമ്മള് ആ സെയിൽ ചെയ്താൽ ഹയർ വെൻഡർ, ആ സെയിൽ ചെയ്താൽ പറഞ്ഞ പേരാണ് ഹയർ വെൻഡർ. ഒരു ഹയർ പർച്ചേസറുണ്ട്, ഹയർ സെല്ലറും. സെല്ലർ മീൻസ് വെൻഡർ. എത്ര രൂപ നൽകാണ്ട്? 8 ലക്ഷം രൂപ അയാൾക്ക് നൽകാന് ഉണ്ട്. അപ്പൊ കാറിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ട ഏത് പ്രൈസ് ആണ്? ക്യാഷ് പ്രൈസ് ആണ് അക്കൗണ്ട് ചെയ്യേണ്ടത്. ബാങ്കിൽ നമ്മൾ നൽകൽ ഏത് എമൗണ്ട് ആണ്? ഡൗൺ പേയ്മെന്റ് ആണ് നൽകുന്നത്. പിന്നെ ഹയർ വെൻഡറിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യല് ലോൺ എമൗണ്ടുമാണ് അക്കൗണ്ട് ചെയ്യുക. ഓക്കെ. ഇനി ലോൺ എമൗണ്ട് മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം ഓരോ വർഷം. അപ്പൊ ഒന്നാമത്തെ വർഷം ആൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. ആർക്കാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്? ഹയർ വെൻഡർക്ക്. അപ്പൊ ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. അപ്പൊ എന്താണ് വരല്? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഹയർ വെൻഡർ. എത്ര രൂപ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ 3 ഇൻസ്റ്റാൾമെന്റ് ആണ് അല്ല, അപ്പൊ ഒരു 40,000 രൂപ ഇൻട്രസ്റ്റ് ഡ്യൂ ആയി. അപ്പൊ ഇൻട്രസ്റ്റ് ആൾക്ക് കൊടുക്കണം 40,000 രൂപ. അത് ഡ്യൂ ആയി. ഇനി ആർക്ക് പേയ്മെന്റ് നൽകണം. പേയ്മെന്റ് നൽകുമ്പോൾ എന്താ വരല്? നമ്മൾ റൊയാലിറ്റിയിലൊക്കെ ചെയ്ത പോലെ തന്നെ ലെസർ അക്കൗണ്ട് ടു ബാങ്ക്. അപ്പൊ ഹയർ വെൻഡർ അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക്. ബാങ്ക് നൽകല് ഇൻസ്റ്റാൾമെന്റ് ആണ് നൽകല് 40,000 അല്ല, പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് അടക്കം 3 ലക്ഷം രൂപയാണ് നൽകല്. ഇങ്ങനെ 3 എൻട്രി ഉള്ളത്. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ എൻട്രി അസറ്റ് വാങ്ങുന്ന എൻട്രി. അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി നമുക്കത് എഴുതാം. ഇവിടെ എന്താ എൻട്രി വരല്? കാർ അക്കൗണ്ട് ഡെബ്റ്റർ. എത്ര രൂപയാണ് ഇവിടെ കാണിക്കേണ്ടത്? ഇവിടെ നമുക്ക് ക്യാഷ് പ്രൈസ് എത്ര എന്നുള്ളത് കിട്ടണം. അപ്പൊ ക്യാഷ് പ്രൈസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 37,566 രൂപയാണ് അസറ്റിന്റെ അക്കൗണ്ട് ചെയ്യേണ്ടത്. 37,566. ഈ 37,566 9,000 നൽകി. ബാക്കി ഇനി നൽകാണ്ട് നൽകാനുള്ളത് നമ്മൾ കാണിക്കണം ക്രെഡിറ്റർ. നമ്മൾ ഗുഡ്സ് വാങ്ങിയിട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ ക്രെഡിറ്റർ എന്ന് പറയാം. എന്നാൽ അസറ്റ് വാങ്ങിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞിട്ടുണ്ട് വെൻഡർ. അതുകൊണ്ട് നമുക്കിവിടെ ഹയർ വെൻഡർ എന്ന് പറയാം. അയാളെ ഹയർ വെൻഡർ. ഹയർ വെൻഡർ അക്കൗണ്ട്. എല്ലാത്തിന്റെ പേര് നമ്മൾ എന്ത് ചെയ്യും? ഹയർ അക്കൗണ്ട് എന്ന് കാണിക്കും. എത്ര രൂപ നൽകാണ്ട്? 37,566 നിന്ന് 9,000 രൂപ നൽകി. ബാക്കി നമ്മൾ നൽകാനുള്ള 28,566 രൂപ. അതാണ് നമ്മുടെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നേരേഷൻ കാണിക്കാം. ബീങ് കാർ പർച്ചേസ്ഡ്. കാർ പർച്ചേസ്ഡ് ഓൺ ഹയർ പർച്ചേസ് ബേസ്. ഓക്കെ. ഹയർ പർച്ചേസ് കാർ വാങ്ങും. ഇത്രേ ഉള്ളൂ എൻട്രി. ഇതാണ് ഒന്നാമത്തെ എൻട്രി. എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് പറ. അപ്പൊ അസറ്റ് വാങ്ങുന്ന എൻട്രിയാണ്. കാർ അക്കൗണ്ട്. എന്താണ് അസറ്റ്? അസറ്റിനെ ഡെബിറ്റ് ചെയ്ത് അതിൽ കാണിക്കേണ്ടത് ക്യാഷ് പ്രൈസ് ആട്ടോ. ഇത് ഇവിടെ വരില്ല. എൻട്രിയിൽ വരുന്ന ഐറ്റം അല്ല ആ സംഭവം. അവിടെ ജസ്റ്റ് കാണിച്ചുള്ളൂ ഏത് പ്രൈസ് ആണ് അസറ്റ് അക്കൗണ്ട് ചെയ്യേണ്ടതെന്നാണ്. ക്യാഷ് പ്രൈസ് 37,566. അതിൽ ബാങ്കിൽ നിന്ന് പോകേണ്ടത് 9,000 രൂപ ഡൗൺ പേയ്മെന്റ്. ബാക്കി ലോൺ എമൗണ്ട് കൊടുക്കാണ് 28,566. ഇനി ഫസ്റ്റ് ഇയർ എൻഡിൽ ശ്രദ്ധിക്കട്ട. ഫസ്റ്റ് ഇയർ എൻഡ് ഒന്നാമത്തെ വർഷം അവസാനിക്കുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. എത്ര രൂപ ഇൻട്രസ്റ്റ്? അതാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇൻട്രസ്റ്റിന്റെ ടേബിള്. ഒന്നാമത്തെ വർഷം നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് 3,428 രൂപ. അപ്പൊ ഇൻട്രസ്റ്റ് നമ്മൾ ഹയർ വെൻഡർക്ക് നൽകണം. അപ്പൊ എന്തായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ്? ഇൻകം എക്സ്പെൻസ് ആണോ? ഇൻട്രസ്റ്റ് അക്കൗണ്ട് നമുക്ക് എക്സ്പെൻസ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ആർക്കാ നമ്മൾ നൽകാനുള്ളത്? ഹയർ വെൻഡർക്ക്. അപ്പൊ ഹയർ വെൻഡർക്ക് നൽകണം. എത്ര രൂപ ഇൻട്രസ്റ്റ് നൽകണം? അപ്പൊ ബീങ് ഇൻട്രസ്റ്റ് ഡ്യൂ. എത്ര ഇൻട്രസ്റ്റ് ഡ്യൂ ആയത് നമുക്ക് ഇവിടെ കാണിക്കുകയാണെങ്കിൽ 28,566 ഇൻറ്റു എത്ര ശതമാനമായിരുന്നു? 12%. അത് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ അതിനാണ് നമ്മൾ ഈ ചാർട്ടോട് വരച്ചത്. ഈ ചാർട്ട് തയ്യാറാക്കിയത് 3,428 രൂപ.
3428 രൂപ. അപ്പോൾ ഒന്നാമത്തെ വർഷത്തെ ലാസ്റ്റ് മാസത്തെ എൻട്രി ചെയ്യും. ഒന്ന് അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി, പിന്നെ ഇൻട്രസ്റ്റ് ഡ്യൂ ആയാലും ആ വർഷം എൻഡിൽ അല്ലെങ്കിൽ ആ മന്ത് എൻഡിലായിരിക്കും കേട്ടോ. ഇനി ഇയാൾക്ക് ഇൻട്രസ്റ്റ് നൽകണം, ഇൻട്രസ്റ്റ് അല്ല മൊത്തം ക്യാഷ് നൽകണം. ക്യാഷ് നൽകലും ഇയർ എൻഡിലായിരിക്കും. അപ്പോൾ ഒന്ന് കാർ വാങ്ങണ ഇയർ ഫസ്റ്റ് ആയിരിക്കും വാങ്ങല്. ഇയർ ഫസ്റ്റ് പറഞ്ഞാൽ എന്നാണോ വാങ്ങണത് അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കല്. പിന്നെ അതിന്റെ എൻഡ്, പിന്നെ ആ എൻഡിൽ തന്നെ പൈസ കൊടുക്കണം. ഇൻട്രസ്റ്റ് ഡ്യൂ ആയാലും പൈസ കൊടുക്കണം. പൈസ കൊടുക്കുമ്പോൾ ഹയർ വെൻഡർക്കാണ് പൈസ കൊടുക്കേണ്ടത്. ഹയർ വെൻഡർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, പൈസ കൊടുക്കുന്നു ബാങ്ക് അക്കൗണ്ട്. എത്ര രൂപയാണ് ഒന്നാമത്തെ വർഷം നൽകുന്നത്? അതിന് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് നൽകുന്നത് 12,000 രൂപയാണ് നൽകുന്നത്. 12,000 രൂപ നൽകുന്നു. അപ്പോൾ ബീയിങ് ഇൻസ്റ്റാൾമെന്റ് വാല്യൂ പെയ്ഡ്, ബീയിങ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കേട്ടോ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ് വിത്ത് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ നൽകി. എത്ര രൂപ? 12,000. അങ്ങനെ കിട്ടി 8,572 രൂപ പ്രിൻസിപ്പൽ എമൗണ്ടും ബാക്കി 3,408 രൂപ ഇൻട്രസ്റ്റ്, മൊത്തം 12,000 രൂപ നൽകി. ഇതാണ് ഒന്നാമത്തെ വർഷത്തെ എൻട്രി. ഇത് നമ്മൾ റോയാലിറ്റിയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഏതൊരു സംഭവം ഉണ്ടാകുകയാണെങ്കിലും ശരി, അഥവാ നമ്മൾ ഏതൊരു എക്സ്പെൻസ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല. ഇവിടെ ഏതാ എക്സ്പെൻസ്? കാർ അസറ്റാണ്, ബാങ്ക് അസറ്റാണ്, ഹയർ വെൻഡർ ലയബിലിറ്റി ആണ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഹയർ വെൻഡർ ലയബിലിറ്റി ആണ്, ഹയർ വെൻഡർ ലയബിലിറ്റി ബാങ്ക് അസറ്റ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതേപോലെ തന്നെ ഫസ്റ്റ് ഇയർ എൻഡിൽ. അപ്പോൾ 3 എൻട്രി ആണ് വരുന്നത്. ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി വരല് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ടു ഏത് ഐറ്റം? ഇൻട്രസ്റ്റ് അക്കൗണ്ട്. എത്ര രൂപ? 3,428 രൂപ. 428 രൂപ. എന്താ നരേഷൻ വരല്? ബീയിങ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ടു P&L അക്കൗണ്ട്. ഇനി ഡിപ്രീസിയേഷൻ ഉണ്ട് എങ്കിൽ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിപ്രീസിയേഷൻ തന്നിട്ടില്ല, ഡിപ്രീസിയേഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അതിന്റെ എൻട്രിയും കൂടെ ഇടണം, അതും കൂടെ ട്രാൻസ്ഫർ ചെയ്യണം P&L അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഒരു എൻട്രിയും കൂടെ എക്സ്ട്രാ വരും. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു കാർ എന്നുള്ളൊരു എൻട്രി വരും ഫസ്റ്റ് ഇയർ എൻഡില്. അതേപോലെ തന്നെ അതും കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രാൻസ്ഫർ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻട്രസ്റ്റിനോട് കൂടെ ടു ഡിപ്രീസിയേഷൻ കൊണ്ട് വരും. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എൻട്രി ഒന്നും കൂടെ കൂടുന്നുള്ള ഒരു ക്രെഡിറ്റും കൂടെ. ഇതാണ് ഒന്നാമത്തെ വർഷത്തെ എൻട്രി. ഇത് ഫസ്റ്റ് ഇയറിൽ മാത്രമേ ഈ എൻട്രി ഉണ്ടാവുള്ളൂ. ഇനിയുള്ള ബാക്കിയുള്ള 3 എൻട്രികളും ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇനി സെക്കൻഡ് ഇയറിൽ പുതിയത് വാങ്ങുന്നില്ല, ഞാൻ മഞ്ഞ കാണിക്കേണ്ടത്. ഇനി സെക്കൻഡ് ഇയറിൽ വരുന്ന സമയത്ത് എന്താ എൻട്രി വരും? സെക്കൻഡ് ഇയറിൽ പുതിയ അസറ്റ് വാങ്ങുന്നില്ല. സെക്കൻഡ് ഇയറിൽ വീണ്ടും ഇതേ എൻട്രി റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കല്. സെക്കൻഡ് ഇയർ എൻഡിൽ എന്താ എൻട്രി വരല്? ഇൻട്രസ്റ്റ് ഡ്യൂ ആണ്. അപ്പൊ എന്താ എൻട്രി വരല്? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ വെൻഡർ. എത്ര രൂപ ഇൻട്രസ്റ്റ് ഡ്യൂ ആണോ? രണ്ടാമത്തെ വർഷം എത്ര ഇൻട്രസ്റ്റ് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്? 2,399 രൂപ. 2,399 രൂപ ഇൻട്രസ്റ്റ് ഡ്യൂ ആണോ? സെയിം നരേഷൻ തന്നെ നമുക്ക് എടുക്കാം. നരേഷൻ എടുക്കുമ്പോൾ എമൗണ്ട് മാറ്റണം. എങ്ങനെ രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് ഡ്യൂ ആയത്? ഇൻട്രസ്റ്റ് കിട്ടിയത് 19,994 ഇൻറ്റു 12%. അപ്പോൾ അതിവിടെ ഇതാണ് 19,994. എങ്ങനെ ഈ 19,994 കിട്ടിയത്? ഒന്നാമത്തെ വർഷം 28,566 ആയിരുന്നു. അതിൽ നിന്ന് 8,527 രൂപ നൽകിയിട്ടുണ്ട് നമ്മൾ. ബാക്കി 19,994. അപ്പൊ ഈ ചാർട്ട് തയ്യാറാക്കാതെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എൻട്രികൾ ഇടാം. കാരണം നമുക്കറിയാം ഫസ്റ്റ് നമുക്ക് 28,566 രൂപ കൊടുക്കാണ്ടായിരുന്നു. അതിൽ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര കൊടുത്തു നമുക്ക് അറിയണം. അത് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കണ്ടാൽ മതി.
ഇനി അടുത്ത രണ്ടാമത്തെ എൻട്രി പേയ്മെന്റ് നൽകുന്ന എൻട്രി സെക്കൻഡ് ഇയറിൽ അടുത്ത എൻട്രി പേയ്മെന്റ് നൽകുന്ന എൻട്രി. എന്ത് പേയ്മെന്റ് നൽകുന്ന എൻട്രി? ഹയർ വെൻഡർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. എത്ര രൂപ പേയ്മെന്റ് നൽകുന്ന രണ്ടാമത്തെ വർഷം? 9,000 രൂപ. അപ്പൊ 9,000 രൂപ പേയ്മെന്റ്. നരേഷൻ നേരത്തെ ഇതേപോലെ തന്നെ ബിയും ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അല്ല സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആണല്ലോ. അപ്പൊ ഫസ്റ്റ് എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റുക? സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ് വിത്ത് ഇൻട്രസ്റ്റ്. ഇൻസ്റ്റാൾമെന്റിന് എല്ലാവർക്കും അയക്കണം. ഓക്കെ, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ് മതി. പെയ്ഡ് വിത്ത് ഇൻട്രസ്റ്റ് എന്ന് വേണമെന്നില്ല, ഇൻട്രസ്റ്റ് ഒക്കെ മുകളിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെ എൻട്രി എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ മൂന്നാമത്തെ എൻട്രി സെക്കൻഡ് ഇയർ എൻഡില് മൂന്നാമത്തെ എൻട്രി എന്താ എൻട്രി വരല്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ്. എത്ര രൂപ ഇൻട്രസ്റ്റ്? എത്ര നമ്മൾ കാണിച്ച്? 2,390 രൂപ. അപ്പൊ 2,399 രൂപ നമ്മൾ അടക്കണം. ഇപ്പൊ 3 എൻട്രി കഴിഞ്ഞു. ഇതാണ് സെയിം നരേഷൻ ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ വർഷത്തെ എൻട്രി. സിമ്പിൾ എൻട്രി ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ വർഷം. ഇനി മൂന്നാമത്തെ വർഷം സെയിം ഇതേ 3 എൻട്രികൾ. കാരണം ഒന്നാമത്തെ വർഷം മാത്രമേ അസറ്റ് വാങ്ങുന്നുള്ളൂ. അപ്പൊ ആ എൻട്രി അന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫസ്റ്റ് ഇയർ ബിഗിനിങ്. പിന്നെയുള്ള ഫസ്റ്റ് ഇയർ എൻട്രിൽ 3 എൻട്രി വന്നു, സെക്കൻഡ് ഇയർ എൻട്രിൽ 3 എൻട്രി വന്നു. ഇനി ഇതേ സെയിം എൻട്രികളാണ് ഏതിലും വരല്? മൂന്നാമത്തെ വർഷം വരല്. ഏതൊക്കെയാണ് സെയിം എൻട്രികൾ? അപ്പൊ തേർഡ് ഇയർ നാക്കണ്ടേ? തേർഡ്. ഓക്കെ, തേർഡ് ഇയർ. എന്താ രണ്ടുപേരിലെ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഹയർ വെൻഡർ? എത്ര രൂപ ഇൻട്രസ്റ്റ് ഉണ്ടായാലും മൂന്നാമത്തെ വർഷം? 1,600. എങ്ങനെ കിട്ടിയത്? 13,393 ഇൻറ്റു 12%. 13,393 ഇൻറ്റു 12%. എത്ര രൂപയാണ് മൂന്നാമത്തെ വർഷം ഇൻട്രസ്റ്റ്? 1,607 രൂപ. 1,607 രൂപ. പേയ്മെന്റ് എടുക്കണം മൂന്നാമത്തെ വർഷം. എത്ര രൂപ പേയ്മെന്റ് എടുക്കണത്? ഇൻസ്റ്റാൾമെന്റ് മൂന്നാമത്തെ വർഷം 15,000 രൂപ നൽകുന്നു. അപ്പൊ 15,000 രൂപ എൻട്രി വരലെന്താ? ഹയർ വെൻഡർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. പിന്നെ ലാസ്റ്റ് എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക 1,607 രൂപ. സിമ്പിൾ ആണ്. 1,607. 3 വർഷവും കഴിഞ്ഞു. 3 വർഷം നമുക്ക് ഇതിൽ. അപ്പോൾ സെയിം എൻട്രികളാണ് വീണ്ടും വരുന്നത്. റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി. ഇതാണ് എൻട്രി. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറ. ആദ്യം ഇതൊന്നൊരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങള്. ഇത് എടുക്ക. ഇതെടുത്തു കഴിഞ്ഞാൽ അതിന്റെ എൻട്രി ഫസ്റ്റ് ഇയർത്തെ എൻട്രി. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും.
അപ്പോൾ ഇത് നമ്മൾ ചെയ്തപ്പോൾ കേസ് 2 അല്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കേസ് 2 ആണ്. കേസ് 2 രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കേസ് 1 ഉണ്ടായിരുന്നു. ആ കേസ് 1 നമ്മൾ ആൻസർ ചെയ്തപ്പോൾ അതിൽ ഡിപ്രീസിയേഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരിക്കും ഇതിലെ ഒരു മാറ്റം നോക്കാം. നമുക്ക് ഇതേ എൻട്രികൾ തന്നെയാണ് വരല് കഴിഞ്ഞ ക്വസ്റ്റ്യനിലും. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എടുക്കുമ്പോൾ എൻട്രികൾ ഇതാണ്, സെയിം എൻട്രികളാണ്. ഫസ്റ്റ് ഇയർ ബിഗിനിങ് നമ്മൾ എന്താ എൻട്രി ഉണ്ട്? അസറ്റ് എന്താണോ വാങ്ങുന്നത് ആ അസറ്റ്. എന്ത് അസറ്റ് ആയിട്ട് വാങ്ങുന്നത്? എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീൻ ഓൺ ഹയർ പർച്ചേസ്. മെഷീൻ ആയിരുന്നു, എക്സ് ലിമിറ്റഡ് വാങ്ങിയത്. അപ്പോൾ ഇവിടെ എക്സ് എന്നാക്കിയാൽ മതി, ഇത്ര മാറ്റം വരുള്ളൂ. എക്സ് ലിമിറ്റഡ്. കാറിന് പകരം മെഷീനറി ആയിരുന്നു വാങ്ങിയത്. മെഷീനറി എത്ര രൂപയാണ് മെഷീനറിക്ക് വാങ്ങിയിരുന്നത്? ക്യാഷ് പ്രൈസ് എത്ര നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്? ക്യാഷ് പ്രൈസ് 54,867. അപ്പൊ 54,867. അതിലെ ഡൗൺ പേയ്മെന്റ് നമ്മൾ നൽകിയിട്ടുണ്ട്. ഡൗൺ പേയ്മെന്റ് ഒന്ന് മതി തൽക്കാലം ഐഡിയ. എത്രയായിരുന്നു ഡൗൺ പേയ്മെന്റ് ഉണ്ടായിരുന്നത്? 20,000 രൂപ ഡൗൺ പേയ്മെന്റ്. 20,000 രൂപ ഡൗൺ പേയ്മെന്റ്. അപ്പൊ 20,000 രൂപ നൽകി ബാക്കി ലോൺ എമൗണ്ട് എത്രയായിരുന്നു? 34,867. 4,860 ഇത് തന്നെ ഉണ്ട്. ഇനി ഒന്നാമത്തെ വർഷം അവസാനിക്കുമ്പോൾ എന്താ? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഹയർ എന്താ? എത്ര ഇൻട്രസ്റ്റ്? 3,487. 3,487. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതുള്ളത് നോക്കാം. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് 34,867 ഇൻറ്റു 10%. 34,867 ഇൻറ്റു 10%. 34,867 ഇൻറ്റു 10%. ഇനി പേയ്മെന്റ് എടുക്കും. ഒന്നാമത്തെ വർഷത്തിലെ പേയ്മെന്റ് 11,000 രൂപ. 11,000 രൂപ പേയ്മെന്റ് എടുക്കണം. എൻട്രി ഹയർ വെൻഡർ അക്കൗണ്ട് അപ് ടു ബാങ്ക്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്തത് എന്താണ്? അസറ്റ് വാങ്ങുന്ന എൻട്രിയാണ്. പിന്നെ ഉള്ള എൻട്രി എന്താ എഴുതുന്നത്? പിന്നെ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുക, ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നൽകുക, പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ഇൻട്രസ്റ്റ് മാറ്റുക. എത്ര ഇൻട്രസ്റ്റ് മാറ്റുന്നത്? 3,487. ഇതാണ് ഒന്നാമത്തെ വർഷത്തെ എൻട്രി. ഒന്നാമത്തെ വർഷത്തെ എൻട്രി. ഇനി രണ്ടാമത്തെ വർഷം വീണ്ടും സെയിം എൻട്രിയാണ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുക. ഇൻട്രസ്റ്റ് ഡ്യൂ ആകും. എത്ര രൂപ? ഇനി പേയ്മെന്റ് നൽകാനുള്ള 27,354 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ 27,354 ഇൻറ്റു 10%. ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ വരാം. ഓക്കെ, അത് കേട്ട് വരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി നമ്മൾ ഇവിടെ ചെയ്തത്. ഓക്കെ, ഡിപ്രീസിയേഷനും കൂടെ കാണിക്കണം. അഥവാ ഇൻട്രസ്റ്റ് ഡ്യൂ ആയി അത് പേയ്മെന്റ് നൽകി. ഡിപ്രീസിയേഷൻ എന്താ വരല്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ്. എന്താണ് അസറ്റ് ഉണ്ടായിരുന്നത്? അത് എന്താ അസറ്റിന്റെ പേര്? ഇവിടെ മെഷീനറി ആയിരുന്നു. മെഷീനറി. ഡിപ്രീസിയേഷൻ മെഷീനറി ആണ്. മെഷീനറി അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ ആണ് ബീയിങ് ഡിപ്രീസിയേഷൻ. being depreciation charge at 10%. At 10%. On ഏത് മെത്തേഡാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് or turn down value method. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. അപ്പൊ അസറ്റിന്റെ വില എത്ര ഉണ്ടായിരുന്നത്? അസറ്റിന്റെ വില എത്ര ഉണ്ടായിരുന്നത്? 54,867 ഇൻറ്റു 10%. ഓക്കെ, എത്ര ഉണ്ടായിരിക്കും അത്? 54,867 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 5,487. 54,87. ഇതാണ് പുതിയൊരു എൻട്രി വന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തും കൂടി ട്രാൻസ്ഫർ ചെയ്യണം? ഇൻട്രസ്റ്റിനോട് കൂടെ ഡിപ്രീസിയേഷനും കൂടെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ.
ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അത്രേ ഉള്ളൂ. ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? 5487. 5487. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ള എമൗണ്ട് ഇൻട്രസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ 8970. അപ്പൊ ഇൻട്രസ്റ്റ് ഡിപ്രീസിയേഷൻ ഒരു എൻട്രി കൂടി എന്ന് മാത്രമേ ഇതിന് വ്യത്യാസം. ഓക്കെ. ഇനി രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് ഡ്യൂ ആയാലും ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഹാർവെന്റ് 27,384 ഇൻറ്റു 10%. 2736 ഇൻട്രസ്റ്റ് 2736. രണ്ടാമത്തെ വർഷം ഇൻസ്റ്റാൾമെന്റ് എടുക്കുന്നത് 11,000 രൂപ. അപ്പോൾ ഹയർ വെൻഡർ അക്കൗണ്ട് ബാങ്ക് 11,000 രൂപ. ഇനി എന്ത് എൻട്രി കൂടെ വരണം ഇവിടെ? എക്സ്ട്രാ കൺട്രി ഡിപ്രീസിയേഷന്റെ എൻട്രി വരണം. ഡിപ്രീസിയേഷൻ എൻട്രി നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ എൻട്രി വരല്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു മെഷീനറി. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു മെഷീനറി. ഇനി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 54,867 ആയിരുന്നു. അതിൽ നിന്നും ഒരു വർഷം നമ്മൾ 5,487 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ളതിന്റെ മുകളിൽ ഇനി ഡിപ്രീസിയേഷൻ ഉണ്ടാവും. കാരണം ഇത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാ. അപ്പൊ ഡിപ്രീസിയേഷൻ എത്ര ഉണ്ടായിരിക്കുള്ളൂ? എത്ര ഉണ്ടായിരിക്കില്ല? അപ്പൊ 54,867 വില. അതിൽ നിന്ന് ഒന്നാമത്തെ വർഷം 5,487 ഡിപ്രീസിയേഷൻ കുറച്ചു. ബാക്കിയുള്ളതിന്റെ മുകളിൽ ഇനി 10% ഡിപ്രീസിയേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ 4,398. ഓക്കെ. ഡിപ്രീസിയേഷൻ കാണേണ്ട അറിയില്ലേ? സംശയം ആർക്കെങ്കിലും ഡിപ്രീസിയേഷൻ കാണുന്നതിൽ? ഡിമിനിഷിംഗ് മെത്തേഡില്ലേ? കേട്ടില്ല. അതിന്റെ തൊട്ട് മുമ്പത്തെ ഡിപ്രീസിയേഷൻ കുറച്ച് കണ്ട പെർസെന്റേജ് കണ്ടാ പോരെ? അപ്പൊ സെക്കൻഡ് ഇയറിൽ ഒരു എൻട്രി കൂടെ കൂടി. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ അതും കൂടെ വരും. ഇൻട്രസ്റ്റ് എത്ര രൂപ? രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് 2,736. ഡിപ്രീസിയേഷൻ 4,398. ടോട്ടൽ എത്ര പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകേണ്ടത്? 2,086 പ്ലസ് 4,398. ടോട്ടൽ 7,134 രൂപ. ഇതാണ് രണ്ടാമത്തെ വർഷത്തെ എൻട്രി. ഇനി മൂന്നാമത്തെ വർഷം ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഡ്യൂ ആകണം, പേയ്മെന്റ് നൽകണം, ഇൻസ്റ്റാൾമെന്റ് നൽകണം, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എക്സ്പെൻസും എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം. അത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. നമുക്ക് മൂന്നാമത്തെ വർഷത്തെ എഴുതാം. മൂന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് വരുന്നത് എത്രയാണ്? മൂന്നാമത്തെ വർഷം 1910. എങ്ങനെയാണ് 1910 കിട്ടിയതെന്നാണ് ഇവിടെ കാണിക്കാം. മൂന്നാമത്തെ വർഷം ഇൻട്രസ്റ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? 19,900 രൂപയെന്ന് ബാലൻസ് ഉണ്ടായിരുന്നു. 19,900 രൂപ ഇൻറ്റു 10%. പേയ്മെന്റ് നൽകുന്നത് 11,000 രൂപ. എല്ലാ വർഷവും 11,000 രൂപയാണ് നൽകുന്നത്. ഒരു എൻട്രി ഇവിടെ എക്സ്ട്രാ കയറി വരണം. എന്താണ് എൻട്രി? നമ്മുടെ ഡിപ്രീസിയേഷന്റെ എൻട്രി കയറി. ഓക്കെ. ഡിപ്രീസിയേഷൻ എന്താ പറയല്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു മെഷീനറി. അപ്പൊ എത്ര രൂപ ഉണ്ടാല്? 54,867 ഒന്നാമത്തെ വർഷം 5,487 ഡിപ്രീസിയേഷൻ കുറച്ചു. രണ്ടാമത്തെ വർഷം നമ്മൾ 4,938 കുറച്ചു. ബാക്കിയുള്ളതിന്റെ മുകളിലെ 10% ഉണ്ടാവുള്ളൂ. അപ്പൊ 54,867 മൈനസ് 5,487 മൈനസ് 4,938 മൈനസ് മൈനസ് അല്ല ഇൻറ്റു എത്ര ശതമാനം? 10/100. അപ്പൊ നമുക്ക് ഡിപ്രീസിയേഷൻ 4,398. 4,444. ഇതാണ് ഡിപ്രീസിയേഷൻ വരുന്നത് മൂന്നാമത്തെ വർഷം. അപ്പൊ മൂന്നാമത്തെ വർഷം എക്സ്ട്രാ ഒരു എൻട്രി വന്നു ഡിപ്രീസിയേഷന്റെ. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഇതേപോലെ ഒരു എക്സ്ട്രാ സംഭവം വരും. അഥവാ അവിടെ എന്ത് കാണിക്കണം? ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ ടു ഡിപ്രീസിയേഷനും കൂടെ കാണിക്കും. Depreciation.
ഇൻട്രസ്റ്റ് മൂന്നാമത്തെ വർഷം 1910, ഡിപ്രീസിയേഷൻ 44. പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രാൻസ്ഫർ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇതാണ് മൂന്നാമത്തെ വർഷത്തെ entry. ഇനി ഇതേ സെയിം റിപ്പീറ്റേഷൻ ആണ്. അമൗണ്ട് മാറി എന്ത് 4938 എഴുതി. അതിന്റെ മുന്നേ 4398 398 അല്ലേ? 39 ആണ്. അപ്പൊ ഇവിടെ എമൗണ്ട് മാറട്ടാ. ഞാൻ അവിടെ എങ്ങനെ വരുന്നത് 54,867 മൈനസ് 5,487 ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം 4,398. ഓക്കെ, ഇൻറ്റു 10/100. അപ്പൊ 44,98 ആണ് കേട്ടോ. 44,98. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 44,98 ആണ്. ഓക്കെ, ഇനി നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾ ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ട് എൻട്രി ചെയ്തതിൽ? ഞാൻ പറ, നമുക്ക് ക്ലാസ് ചെയ്യാനായി. ഇൻക്വയറിക്ക് നിർത്തണം എന്നാണ്. ചോദിക്കണം. സ്ക്രീൻഷോട്ട് എടുക്കുക. ഫസ്റ്റ് ഇയർ പെട്ടെന്ന് എടുക്കട്ടോ. എടുത്തോ? സെക്കൻഡ് ഇയർ തേർഡ് ഇയർ. ഇനി ഫോർത്ത് ഇയർ നിങ്ങൾ എഴുതണം. ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്ക് നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 ക്വസ്റ്റ്യൻസ് അഥവാ ക്വസ്റ്റ്യൻ നമ്പർ 1 കേസ് എ അല്ലെ കേസ് 1, 2, 3 ആയിക്കാണ്. ഈ 3 എണ്ണത്തിനും നിങ്ങൾ ജേർണൽ എൻട്രി എഴുതണം. ഓക്കെ, 3 എണ്ണത്തിനും ജേർണൽ എൻട്രി എഴുതണം. അത് നിങ്ങൾ ജേർണൽ എൻട്രി എഴുതി പഠിക്കാൻ. അങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി എടുക്കാനുള്ളത് ലെഡ്ജർ അക്കൗണ്ടുകളാണ്. ഇതിന്റെ ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിപ്പോ അവസാനിപ്പിക്കുകയാണ്. 9:30 അത്യാവശ്യ ദിവസം വരെ പോകുന്നുണ്ട്. ഇന്നും ഒരു പക്ഷെ നാളെ 9:30 വരെ ഉണ്ടാവുള്ളൂ. 7 മണി മുതൽ ഇട്ടാ. സെക്കൻഡ് ഇയർത്തെ ജേർണൽ ഒന്നാമത്തെ വർഷത്തൊക്കെ സെയിം ആടാ, ഒരു മാറ്റവും ഇല്ല. അതിലേക്കുള്ള എമൗണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് ഇവിടെ നമ്മുടെ ചാർട്ടിൽ ഉണ്ടായിരുന്നു. ഡിപ്രീസിയേഷൻ മാത്രം നമുക്ക് ആഡ് ചെയ്യും. ഓക്കെ, ഇന്നത്തെ നമ്മുടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇത് സ്ക്രീൻഷോട്ട് കിട്ടാത്തവർ എന്ത് ചെയ്യുക, എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. എടുത്തവരിട്ടാ ബാക്കിയവർക്കിട്ട്. അപ്പൊ ഒന്നും നാളെ 9 വരെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നാളെയും മറ്റന്നാളും കൂടെ നിൽക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നുള്ള ക്ലാസ്സിൽ ഇതേമാതിരി 10 മണി വരെ നമുക്ക് എത്ര മണി വരെ വേണ്ട അതിനനുസരിച്ച് പോയി ചായ കുടിക്കാനുള്ളവരൊക്കെ ചായ കുടിക്കുക. ബാക്കി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ്.